പ്രായം കൂടുന്തോറും മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളും പിഗ്മെന്റേഷനും ഒക്കെ ഒരല്പ ശ്രദ്ധ നൽകിയാൽ കുറെയൊക്കെ തടഞ്ഞു നിർത്താനാവും. ബ്യൂട്ടി പാർലറിൽ പോകാതെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ചർമ്മത്തിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ധാരാളം പ്രകൃതിദത്ത ചേരുവകളുണ്ട്. ഇതിലൊന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ ഫേസ് പാക്ക് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ നമുക്ക് വേണ്ടപ്പെട്ടവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഓയിൽ മസാജാണ്. അതിനായി ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് നമ്മുടെ മുഖത്തും കൈകളിലും തേച്ച് നന്നായി ഒരു മസാജ് കൊടുക്കാം. മുഖത്ത് മസാജ് ചെയ്യുമ്പം അധികം പ്രഷർ കൊടുക്കാതെ ഫിംഗർ ടിപ്പ് വെച്ച് വൃത്താകൃതിയിൽ മസാജ് ചെയ്യാം. നമ്മുടെ മുഖത്തെ സ്കിൻ വലിഞ്ഞു തൂങ്ങി പോകാതിരിക്കാൻ മുഖത്ത് മസാജ് ചെയ്യുമ്പം താഴോട്ട് മസാജ് ചെയ്യാതെ മുകളിലോട്ടും സൈഡ് വശങ്ങളിലോട്ടുമായിട്ട് മസാജ് ചെയ്യണം. വെളിച്ചെണ്ണ മസാജ് ചർമ്മകോശങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് മുഖത്തുണ്ടാകുന്ന ചുളിവുകളും വരകളും ഇല്ലാതാക്കുന്നു. അതുപോലെ കൊളാജൻ ഉൽപാദനത്തിന് ഏറ്റവും നല്ല ഒന്നാണ് വെളിച്ചെണ്ണ മസാജ്. മുഖത്തുള്ള അഴുക്ക് നീക്കം ചെയ്യാനും വെയിൽ കൊണ്ടുണ്ടായ കരിവാളിപ്പ് മാറാനും ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിലിനും അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കുമെല്ലാം വളരെയേറെ നല്ലതാണ് വെളിച്ചെണ്ണ മസാജ്. മുഖത്തും കയ്യിലുമെല്ലാം മസാജ് ചെയ്തതിന് ശേഷം ഫേസ് വാഷ് വെച്ച് കഴുകിക്കളയാം. കുളിക്കുന്ന സോപ്പ് നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാതെ ഫേസ് വാഷ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഇതിനു പകരം കടലപ്പൊടി ഉപയോഗിച്ച് കഴുകിയാലും മതി. രണ്ടാമതായി ഡീപ്പ് ക്ലീനിങ് ചെയ്യാം. അതിനായി പാലെടുക്കാം. തിളപ്പിക്കാത്ത പച്ചപ്പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ തിളപ്പിച്ച പാലെടുക്കാം. 1 ടേബിൾ സ്പൂൺ പാലെടുക്കാം. ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാനായി ഒരു ചെറിയ കഷ്ണം കോട്ടൺ പാലിൽ മുക്കി മുഖത്തെല്ലായിടവും തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഇത് കഴുകി കളയേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് തുടച്ചു മാറ്റിയാൽ മതി. മൂന്നാമതായി സ്ക്രബ് തയ്യാറാക്കിയെടുക്കാം. ഇതിനായി 1 ടീസ്പൂൺ അരിപ്പൊടി എടുക്കാം. നല്ല സ്മൂത്തായി പൊടിഞ്ഞ ഇടിയപ്പപ്പൊടിയാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് കുറച്ച് പാലൂടെ ഒഴിച്ച് കുറച്ച് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സ്ക്രബ് ചെയ്യുമ്പോൾ മുഖത്തുള്ള അഴുക്കും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നീക്കം ചെയ്യാനും ഡെഡ് സ്കിന്നൊക്കെ പോയി മുഖം തിളങ്ങാനും ഡെഡ് സ്കിൻ പോകുമ്പോൾ തന്നെ നമ്മുടെ യഥാർത്ഥ നിറം കാണാൻ കഴിയും. ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. മുഖത്ത് കുരുക്കൾ പൊങ്ങാതെയും കറുത്ത പാട് മായാനും ഒക്കെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ്. ഇത് കുറച്ചുകൂടെ ലൂസായിട്ട് വേണം. അതുകൊണ്ട് കുറച്ചുകൂടെ പാലൊഴിച്ചു കൊടുക്കാം. ഇതുപോലെ സ്ക്രബ് ചെയ്തതിന് ശേഷം ഏത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും അതിന് കൂടുതൽ ഫലം കിട്ടും. ഈ മിക്സ് കുറച്ച് ലൂസായിരുന്നാലേ നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഇത് ഫിംഗർ ടിപ്പ് വെച്ചിട്ട് അധികം പ്രഷർ കൊടുക്കാതെ വൃത്താകൃതിയിൽ മസാജ് ചെയ്യുന്നത് പോലെ തന്നെ തേച്ച് പിടിപ്പിക്കാം. പിന്നെ ഇത് സാധാരണ വെള്ളത്തിലോ ഇളം ചൂടുവെള്ളത്തിലോ കഴുകിക്കളയാം. അപ്പം തന്നെ നമ്മുടെ മുഖത്തിന് നല്ലൊരു കളർ വരുന്നത് കാണാം. നാലാമതായി സ്റ്റീം ചെയ്യാം. മുഖത്ത് ആവി പിടിക്കുമ്പോൾ മുഖത്തെ രക്തോട്ടം വർദ്ധിക്കുകയും ചർമ്മകോശങ്ങൾ തുറന്ന് ഇതിലൂടെ അഴുക്കും പൊടിയൊക്കെ നീക്കം ചെയ്യാനും സഹായിക്കും. കറുത്ത പാടും പിഗ്മെന്റേഷനും കുറയാനും നല്ലതാണിത്. മുഖക്കുരുവുള്ളവർ ആവി പിടിക്കുമ്പം മഞ്ഞളും ആര്യവേപ്പിലയും തുളസിയുടെ ഇലയും കൂടി ഇട്ട് നന്നായി തിളപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ ആവി പിടിക്കുന്നതാണ് നല്ലത്. മുഖത്ത് ആവി പിടിക്കുന്നത് മാസത്തിൽ 1-2 തവണയേ ആകാവൂ. അഞ്ചാമതായി ഫേസ് പാക്ക് തയ്യാറാക്കാം. ഇതാണ് നമ്മുടെ മുഖത്ത് തേക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഫേസ് പാക്ക്. അതിനായി 1 ടീസ്പൂൺ കടലമാവ് എടുക്കാം. ചർമ്മ സംരക്ഷണത്തിന് പേരുകേട്ട ഒന്നാണ് കടലമാവ്. കടലമാവിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും പ്രോട്ടീനുകളും മിനറലുകളും മുഖത്തിന് നല്ല തിളക്കവും മിനുസവും കിട്ടാനും കറുത്ത പാടുകൾ നീക്കം ചെയ്യാനും ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്താനും സഹായിക്കും. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ എടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം മതി. കസ്തൂരി മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ആയാലും മതി. മഞ്ഞൾ ചർമ്മം തിളങ്ങാനും മുഖത്തിന് നല്ല നിറം കിട്ടാനും മുഖക്കുരു വരാതിരിക്കാനും അങ്ങനെ പല സൗന്ദര്യവർദ്ധക വസ്തുക്കളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ തേനൂടെ ഒഴിക്കാം. തേനിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ആന്റി ഓക്സിഡന്റുകളും ചർമ്മത്തിലുണ്ടാകുന്ന ചുളിവുകളും ചർമ്മം നല്ല തിളക്കമുള്ളതും ഈർപ്പമുള്ളതാക്കാനും സഹായിക്കുന്നതാണ്. പലതരത്തിലുള്ള ചർമ്മ പ്രശ്നങ്ങൾക്കും തേൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് തൈര് കൂടെ ചേർക്കാം. ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. തൈരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ്, വൈറ്റമിൻ സി, പ്രോട്ടീൻ ഇത് ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെ പുറന്തള്ളാനും ചർമ്മം മിനുസമുള്ളതാക്കാനും ചർമ്മത്തിലെ ഇലാസ്തികത മെച്ചപ്പെടുത്താനും സഹായിക്കും. മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പും മങ്ങലും നിറവ്യത്യാസമൊക്കെ മാറ്റാനും നല്ലതാണ്. ഇപ്പൊ ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുഖത്ത് തേക്കാം. കുറേശ്ശെ കയ്യിലെടുത്ത് മുഖത്തെല്ലാം നന്നായി തേച്ച് പിടിപ്പിച്ച് ചെറിയ രീതിയിൽ 2 കൈ കൊണ്ടും ഒന്ന് മസാജ് ചെയ്ത് മുഖത്തെല്ലാം പിടിപ്പിക്കാം. പിന്നെ ബാക്കി വന്ന കടലമാവിനെ മുഖത്തും കയ്യിലും എല്ലാം കുറച്ച് കട്ടിയിലങ്ങ് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ മുഖത്ത് തേച്ചതോടൊപ്പം തന്നെ കഴുത്തിലും കയ്യിലും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി 20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ഫാനിട്ട് ഡ്രൈ ആക്കി കളയാതെ അല്ലാതെ തന്നെ സ്കിൻ ഇതൊക്കെ വലിച്ചെടുക്കാനുള്ള സമയം കൊടുക്കാം.
പാക്ക് ഇട്ടതിന് ശേഷം ഇതുപോലൊന്ന് തല പൊക്കി പിടിച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചർമ്മം വലിഞ്ഞു തൂങ്ങാതെ ടൈറ്റ് ആയിരിക്കാൻ നല്ലതാണ്. ഈ പാക്ക് ഒത്തിരി ഉണങ്ങി വലിഞ്ഞ് മുറുകുന്നതിന് മുമ്പായി തന്നെ മുഖത്ത് കുറേശ്ശെ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് പതുക്കെ പതുക്കെ കൈകൊണ്ട് ഇതുപോലെ തേച്ച് കഴുകിക്കളയാം. ഇത് ഇത്രയും ചെയ്യുന്നതിന് അധിക നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒന്നുകൂടെ പറയാം. ആദ്യം വെളിച്ചെണ്ണ മസാജ് ചെയ്ത് മുഖം കഴുകി, പിന്നെ പാല് കൊണ്ടൊരു ഡീപ്പ് ക്ലീനിങ് ചെയ്ത്, അത് കഴിഞ്ഞ് അരിപ്പൊടിയും പാലും കൊണ്ടൊന്ന് സ്ക്രബ് ചെയ്ത് മുഖത്തിനൊരു ആവി കൊടുത്ത് ഫേസ് പാക്ക് ഇട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ചെയ്ത് മുഖം കഴുകിയതിന് ശേഷം ഒരു മോയ്സ്ചറൈസറും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ പുറത്തു പോകുമ്പോൾ മുഖത്ത് സൺസ്ക്രീൻ ഇടാനും മറക്കരുത്. ഇതുപോലെ ഒരാഴ്ച അടുപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മാറ്റങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തവയായിരിക്കും. മുഖത്ത് ആവി പിടിക്കുന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ചെയ്താൽ മതി. ഈ ഒരു പാക്ക് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ദയവായി ഇത് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കായി ഞാൻ കാത്തിരിക്കുന്നു. ബൈ ബൈ.